ഹലോ, ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെ കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം ഗൗതം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ പൊട്ടിത്തെറികൾ ഇന്ത്യവരത്തിൽ നടക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഗൗതം എല്ലാ സത്യങ്ങളും അറിഞ്ഞ് തിരിച്ച് ഇന്ത്യവരത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വാവച്ചൻ മഹേശ്വരനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഹേശ്വരന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുകയും ഈ ഒരു ശബ്ദം കേട്ട് ലക്ഷ്മി വരുന്നുണ്ട്. അപ്പോൾ മഹേശ്വരേട്ടാ എന്താ പറ്റിയേ, അകത്ത് കയറി ഇരിക്കുക, എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, എനിക്ക് ഗ്യാസ് കയറിയതാണ്, ഞാൻ ഈ ഒരു വായു ശ്വസിക്കുമ്പോൾ എനിക്ക് മാറിക്കോളും, നീ അകത്ത് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. എന്തായാലും ഗൗതം വരുമ്പോൾ എന്ത് പറയും, ഞാൻ ഇനി എങ്ങനെ അവന്റെ മുന്നിൽ ധൈര്യത്തോടെ നിൽക്കും എന്ന് വിചാരിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു മഹേശ്വരൻ. എന്നാൽ ഈ ഒരു സമയത്ത് ഗൗതം തിരിച്ചു വരുന്ന വഴിക്ക് ഹേമന്ത് പറഞ്ഞ കാര്യങ്ങളും വാവച്ചൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഗൗതം ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കിക്കൊണ്ടാണ് വരുന്നത്. അപ്പോൾ സുജാതയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ സുജാതയെ മഹേശ്വരൻ പറഞ്ഞത് പ്രകാരം സുജാത പോകുന്ന കാര്യം നന്ദയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ധൃതിയിൽ പോകാനായിട്ട് കാരണം എന്ന് ചോദിക്കുമ്പോൾ ഇതേപോലെ മഹേശ്വരേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ നന്ദയോട് പറയുകയും, എന്നാൽ ഇത്രയും ദൂരം മൈസൂർ വരെ നിങ്ങൾ പോകണ്ടേ, ഈ ഒരു അവസ്ഥ വെച്ചിട്ട് പോകണ്ടേ, എന്തായാലും പോകുന്നതിന് ഗൗതമല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അപ്പോൾ ഗൗതം സാർ പറയുമോ ഇപ്പോൾ സമ്മതിക്കുമോ എന്നൊന്നും അറിയത്തില്ല, പക്ഷെ നിങ്ങൾ പോകുന്നത് ഒരുപാട് ദൂരമാണെങ്കിലും ഇവിടെ നിന്ന് തീ തിന്ന് ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നതിനേക്കാളും നല്ലത്, ഒരു കുറ്റബോധത്തോടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഇവിടെ നിന്ന് പോകുന്നതാണ്. എന്തായാലും ഗൗതം സാർ വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, ഏതായാലും ഗാഥവാ, നമുക്ക് ഗൗതം സാർ വരാൻ സമയമായി, ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് കിടക്കാം എന്ന് പറഞ്ഞ് ഗാഥയും കൂടി നന്ദയുടെ കൂടെ കൊണ്ടുപോവാണ്. അങ്ങനെ അവർ റൂമിൽ ഇരിക്കുന്ന സമയത്താണ് ഗൗതം വരുന്നത്. അപ്പോൾ ഗൗതം മഹേശ്വരൻ ഭയങ്കര ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഗൗതം വരുന്നത്. അപ്പോൾ ഗൗതമിനോട് മഹേശ്വരൻ സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഗൗതം മതി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ കയറി പോവാണ്. അപ്പോൾ എന്തായാലും അവനാ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് കൊണ്ട് തന്നെ ഇനി എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇനി എന്ത് ചെയ്യും, ഭയങ്കര സങ്കടത്തിലായിരുന്നു. എന്തായാലും നമ്മുടെ ഗൗതം നേരെ ചെന്ന് സുജാതയുടെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും സുജാത കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ലക്ഷ്മി അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയെ കണ്ടപ്പോൾ ഗൗതമിന് ഭയങ്കര സങ്കടം തോന്നി. രണ്ട് സ്ത്രീകളെയും ഒരേപോലെയാണ് മഹേശ്വരൻ പറ്റിച്ചിരിക്കുന്നത്. അതോർത്തിട്ട് ഭയങ്കര സങ്കടത്തോടെ ഗൗതം തിരിഞ്ഞു പോകാനായിട്ട് തയ്യാറെടുക്കുമ്പോൾ ലക്ഷ്മി ഗൗതമിനെ കണ്ടായിരുന്നു. അങ്ങനെ ലക്ഷ്മി മോനെ നിൽക്ക്, എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് സുജാതയുടെ കാര്യങ്ങൾ പറയുകയും, സുജാതയ്ക്ക് ഒട്ടും വയ്യ, ഇപ്പോൾ സുജാതയ്ക്ക് ആരുമില്ല, രാജേന്ദ്രനും മരിച്ചു, ഇപ്പോൾ സുജാതയ്ക്കും വയ്യാതെ ഇരിക്കുവാണ്. അപ്പോൾ ഒരിക്കലും നീ ഗാഥയെ കൈവിട്ട് കളയരുത്, നീ ഗാഥയെ സ്വന്തം അനിയത്തെ പോലെ കരുതണം, എന്തെങ്കിലും ഒരു ജോലിയോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനായിട്ടാണ് ഞാനും തീരുമാനിക്കുന്നത്, ഇല്ലെങ്കിൽ അവള് ആ ഒരു പഠിത്തം കംപ്ലീറ്റ് ആക്കണം, അതുകൊണ്ട് നീ അവളെ സ്വന്തം അനിയത്തെ പോലെയൊക്കെ കാണണമെന്ന് ലക്ഷ്മി പറയുന്നുണ്ടെങ്കിലും ഗൗതം അതൊന്നും കേൾക്കാതെ ദേഷ്യത്തോടെ കയറി പോവാണ്. പക്ഷെ ലക്ഷ്മിക്ക് മനസ്സിൽ തന്നെ തോന്നി കാരണം ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഗൗതമിന് ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം ഗൗതം പോയതെന്ന്. പക്ഷേ ശരിക്കും ആ ഒരു കുറ്റബോധമാണ് ഗൗതമിന്റെ മനസ്സിൽ. തൻ്റെ അമ്മ ഇത്രത്തോളം അച്ഛനെ സ്നേഹിച്ചിട്ടും അച്ഛൻ ആ ഒരു ഇത്തിരി സ്നേഹം പോലും അമ്മയോട് കാണിച്ചില്ലല്ലോ എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലായിരുന്നു. അങ്ങനെ ഗൗതം നേരെ റൂമിലോട്ട് വരുന്ന സമയത്ത് നന്ദയും ഗാഥയും ഉണ്ടായിരുന്നു. അപ്പോൾ നന്ദ ഗൗതമിനെ കണ്ടിട്ട്, ഗൗതം സാർ കണ്ടോ, ഗാഥ എണീറ്റ് വാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ തന്നെ ഗൗതമിന് ഭയങ്കര ദേഷ്യം വന്നു. എന്നിട്ട് ഗൗതം നേരെ ഗാഥയോട് വന്ന് പറഞ്ഞിട്ട് ഗാഥയോട് ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, നിന്നോട് ആരാ ഈ റൂമിൽ കയറാൻ പറഞ്ഞത്, നിനക്ക് തോന്നിയവാസം പോലെയാണോ നീ കാണിക്കുന്നത്, പലരുടെ റൂമിൽ പലയിടത്തും കയറി നടക്കാനായിട്ട് നീ ആരാ, നീ ഈ വീട്ടിലത്തെ ആരാ, നിന്റെ കാര്യങ്ങളൊക്കെ നീ മര്യാദയ്ക്ക് നിന്നോണം, അല്ലെങ്കിൽ നോക്കിക്കോ, നിനക്കൊരു റൂം തന്നിട്ടുണ്ട്, നീ അവിടെ കിടന്നാൽ മതി, അല്ലാതെ നീ ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുവാണ്. അപ്പോൾ സങ്കടം കൊണ്ട് ഗാഥ ആ ഒരു റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയും, ഗൗതം സാർ എന്താ ഈ കാണിക്കുന്നത്, എന്താ ഈ പറഞ്ഞത് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നന്ദയോടും ദേഷ്യപ്പെട്ടിട്ട് ബെഡിൽ കയറി കിടക്കുവാണ്. അപ്പോൾ നേരെ ഗൗതം സാർ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും, ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ഗൗതം ദേഷ്യത്തോടെ പൊട്ടിത്തെറിച്ച് സംസാരിച്ചിട്ട്, ഞാൻ കുടിക്കാതിരിക്കും, അത് എന്റെ ഇഷ്ടം, നീ അറിയേണ്ട ആവശ്യം എന്താണ്, നീ കാരണമാണ് എനിക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, നീ കാരണമാണ് ഇത് ഇത്രയും വഷളായത്, അതുകൊണ്ട് ഇനി മേലാൽ നീ എന്റെ റൂമിൽ കയറാൻ പാടില്ല, നീ ഇനി എന്റെ ജീവിതത്തിലോട്ട് വരാനും പാടില്ല,
നിന്നെ കാണുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞ് ഗൗതം നന്ദയെ പിടിച്ച് റൂമിന് പുറത്താക്കുവാണ്. അങ്ങനെ ഗൗതം നന്ദയെ പിടിച്ച് റൂമിന് പുറത്താക്കിയതിന് ശേഷം ദേഷ്യത്തോടെ വന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യങ്ങളും ഗാഥയ്ക്ക് തൻ്റെ ചേട്ടൻ വഴക്ക് പറഞ്ഞ ആ ഒരു സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നന്ദ പറയുന്നുണ്ട്, ഗൗതം സാറിന് ഒരുപാട് ടെൻഷനുണ്ട്, പോലീസല്ലേ, അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ദേഷ്യപ്പെട്ടതെന്നും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, കുടിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്, അപ്പോൾ കുടിച്ചോണ്ട് വന്നതുകൊണ്ടാണ് ഗൗതം സാർ ദേഷ്യപ്പെട്ടത്, മോൾ എന്തായാലും റൂമിൽ പോയി കിടക്കുക, ഞാനും മോളുടെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് ആ നന്ദയും പിടിച്ച് പുറത്താക്കിയ കാര്യം നന്ദ ഗാഥയോട് പറഞ്ഞിട്ടില്ല. നന്ദയും നമ്മുടെ ഗാഥയുടെ കൂടെ പോയി കിടന്നുറങ്ങുവാണ്. പക്ഷെ രാവിലെ തന്നെ മഹേശ്വരൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിയോട് പറയുവാണ് അരുന്ധതി ഏട്ടത്തിയെ കുറിച്ച് കുറച്ച് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നും അത് തന്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞുവെന്നും അങ്ങനെ അരുന്ധതി ഏട്ടത്തിയെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് മഹേശ്വരൻ ബാഗിനകത്ത് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാണ്. അപ്പോൾ മഹേശ്വരേട്ടാ പോവേണ്ട ആവശ്യമില്ല, മക്കളുണ്ടല്ലോ അവരോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മഹേശ്വരൻ അതൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരുന്നില്ല. അങ്ങനെ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഗൗതമിനെ കാണുന്നുണ്ട്. അപ്പോൾ ഗൗതമിനെ കണ്ടപ്പോൾ തന്നെ മഹേശ്വരൻ ഭയങ്കര വിറയൽ വന്നു. അങ്ങനെ ഞാൻ പോവുകയാണ് എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ എവിടെയാണ് പോകുന്നത് കാര്യം പറഞ്ഞു. അച്ഛൻ പോവേണ്ട ആവശ്യമില്ല, ഞങ്ങളോ ആരാണ് വിളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നമ്പർ തന്നാൽ മതി, ഞാനോ അരുണോ പോയി അന്വേഷിച്ചോളാം, അച്ഛൻ പോവേണ്ട ആവശ്യമില്ല, അച്ഛൻ ഫുഡ് കഴിച്ചോ, ഇല്ല എനിക്ക് വിശപ്പില്ല, എനിക്കും വിശപ്പില്ല, എനിക്ക് ഇന്നലെ രാത്രി തൊട്ട് എനിക്കും ആഹാരം ഇറക്കമില്ല, വിശപ്പില്ല, എന്തായാലും എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്, നമുക്ക് എസ്റ്റേറ്റ് വരെ പോകണം, എന്നിട്ട് വാവച്ചനെ ഒന്ന് കാണണം, എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം, കുറച്ച് തിരുമറിയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ഇളയച്ചനെയും പോയി കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ജഗന്നാഥനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് മഹേശ്വരനും ഗൗതമും കൂടി പോവാണ്. പക്ഷേ ഈ ഒരു സമയത്ത് പിങ്കി ഇനി എങ്ങനെയെങ്കിലും നന്ദയെ തകർക്കണം, അല്ലെങ്കിൽ ഈ എസ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോഹിനിയോട് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര ഓടി വന്നിട്ട് നന്ദ ഇന്നലെ എവിടെയാണോ കിടന്നതെന്ന് പിങ്കി ചേച്ചിക്ക് അറിയാമോ എന്ന് പറഞ്ഞ് ഓടി സംസാരിക്കുകയും നീ എവിടെയാണ് കിടന്നത്, എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നന്ദ ഇന്നലെ ഗാഥയുടെ റൂമിലാണ് കിടന്നത് എന്ന് പറഞ്ഞ് പവിത്ര പറയുകയും ആ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ പിങ്കി ഭയങ്കര ടെൻഷൻ അടിച്ച് ഭയങ്കര അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നമ്മുടെ മഹേശ്വരന്റെ ചീട്ട് കീറാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. ചീട്ട് കീറാനല്ല, ചീട്ട് കീറിക്കഴിഞ്ഞു. ഗൗതം സത്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഒരു കാര്യവും മറച്ചു വെക്കാൻ പറ്റത്തില്ല. പക്ഷേ നന്ദയും ഇതിൽ തെറ്റുകാരിയാണെന്നാണ് ഗൗതം വിശ്വസിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ഗൗതമും നന്ദയും തമ്മിൽ പിരിയാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അപ്പൊ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയും. അതൊരിക്കും ബൈ.